കുറ്റം ബോധ്യപ്പെട്ടാൽ ജാഥ തിരുന്നതുവരെ അറസ്റ്റിനു വേണ്ടി കാത്തിരിക്കില്ലെന്നും പോലീസ്. KPCC പ്രസിഡന്റ് VM സുധീരന്റെ പരാതിയിൽ ഇന്നലെയാണ് വെള്ളാപ്പള്ളിക്കെതിരെ ആലുവ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. വ്യത്യസ്ത മതങ്ങൾ തമ്മിൽ ശത്രുതാ മനോഭാവം വളർത്തണമെന്ന ഉദ്ദേശത്തോടെയും കരുതലോടെയും SNDP സമത്വ മുന്നേറ്റ ജാഥ ക്യാപ്റ്റനായ പ്രതി ഇക്കഴിഞ്ഞ 29-ന് ആലുവയിൽ നടത്തിയ പരാമർശങ്ങൾക്കെതിരെ കേസെടുത്തതായാണ് FIR-ൽ പറഞ്ഞിരിക്കുന്നത്. FIR ആലുവ കോടതിയിൽ സമർപ്പിച്ചതോടെ അന്വേഷണം ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു. അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് അടുത്ത ദിവസം പരാതിക്കാരനായ KPCC പ്രസിഡന്റ് VM സുധീരന്റെ മൊഴിയെടുക്കും. ഇതിനു പുറമെ പോലീസിൽ പരാതി നൽകിയ TN പ്രതാപൻ MLA, കളമശ്ശേരി സ്വദേശി ഗിരീഷ് കുമാർ എന്നിവരുടെയും ഇതോടൊപ്പം വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രസംഗത്തിന്റെ CD-യും അന്വേഷണ സംഘം വിശദമായി പരിശോധിക്കും. കുറ്റത്തിന് കാരണമായോ എന്ന് വിദഗ്ധരുടെ സഹായത്തോടെ പോലീസ് പരിശോധിക്കും. വസ്തുതകൾ ബോധ്യപ്പെടുന്ന നിമിഷം വെള്ളാപ്പള്ളി നടേശന്റെ അറസ്റ്റ് ഉണ്ടാകുമെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വെള്ളാപ്പള്ളിയുടെ വർഗീയ പരാമർശത്തിനെതിരെ കോഴിക്കോട് മാൻഹോൾ ദുരന്തത്തിൽപ്പെട്ട നൌഷാദിന്റെ കുടുംബം. നൌഷാദിനെതിരായ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന വേദനിപ്പിക്കുന്നതാണെന്ന് നൌഷാദിന്റെ ഉമ്മ. വെള്ളാപ്പള്ളിയുടെ പ്രതികരണം അനാവശ്യമായി പോയെന്നും നൌഷാദിന്റെ കുടുംബം പീപ്പിൾ TVയോട് പ്രതികരിച്ചു. ജാതിയോ മതമോ ഒന്നും തന്നെ നോക്കാതെയാണ് മരണത്തിന്റെ തീച്ചൂളയിലേക്ക് നൌഷാദ് എന്ന ഓട്ടോ തൊഴിലാളി എടുത്തുചാടിയത്. മരണത്തിന്റെ വേദന കൺമുൻപിൽ നിന്നും പോലും മായാതെ നിൽക്കുമ്പോഴാണ് മതത്തിന്റെ പേര് പറഞ്ഞ് ഒരു മരണത്തെ വർഗീയവൽക്കരിക്കാൻ വെള്ളാപ്പള്ളിയെ പോലുള്ളവർ ശ്രമിക്കുന്നത്. രാഷ്ട്രീയ നാടകമോ വർഗീയതയോ ഒന്നും ആ വീട്ടിലെ ഇരുണ്ട മൂലയിൽ വേദന അടക്കിപ്പിടിച്ചിരിക്കുന്ന ആ ഉമ്മയ്ക്ക് അറിയില്ല. രക്ഷാപ്രവർത്തനത്തിനായി ചാടിയിറങ്ങുമ്പോൾ തന്റെ മകൻ ആരുടെയോ ജാതിയോ മതമോ നോക്കിയിരുന്നില്ല എന്നും ആ ഉമ്മ പറയുന്നു. എപ്പോഴും ഇങ്ങനെ ഒരേ എല്ലാ ഇതും ചെയ്തിട്ട് വന്ന് പറയും. ഞാൻ എപ്പോഴും പറയലുണ്ട്, ശ്രദ്ധിക്കണം. പ്രതിഫലം ആഗ്രഹിച്ചായിരുന്നില്ല നൌഷാദ് രക്ഷാപ്രവർത്തനത്തിനായി ഇറങ്ങിത്തിരിച്ചത്. വാക്കുകൾ കൊണ്ട് അഭ്യാസമൊന്നും നടത്താതെ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന തങ്ങളെ വേദനിപ്പിച്ചെന്ന പ്രതികരണമാണ് നൌഷാദിന്റെ അമ്മാവനും നടത്തിയത്. ഇങ്ങനെയൊക്കെ നൌഷാദ് മുസ്ലിം ആയതുകൊണ്ടാണ് കൊടുത്തത്, അല്ലെങ്കിൽ എല്ലാവരും തിരുവനന്തപുരത്തു നിന്ന് ഓടി വരുന്നുണ്ട്, അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു വിഷമമുണ്ട്. കാരണം ഒരു ജാതി നോക്കിയിട്ടല്ല നൌഷാദ് ഈ ഒരു കാര്യമോ അല്ലെങ്കിൽ ഇതിനു മുന്നേ പല കാര്യങ്ങളും ചെയ്തത്. ഒരു വീടിന്റെ തന്നെ അത്താണിയായ മകനെ നഷ്ടപ്പെട്ടതിന്റെ വേദനയിൽ കരയുന്ന ആ ഉമ്മയ്ക്ക് അതൊന്നും അറിയണ്ട. വാക്കുകൾ കൊണ്ടുപോലും ആശ്വാസം പകരാൻ കഴിയാതെയാണ് ആ വീട്ടിൽ ഉമ്മയ്ക്ക് ചുറ്റുമുള്ളവർ. എങ്കിലും ധീരനായ ആ മനുഷ്യന്റെ സ്പർശമേറ്റതിന്റെ അഭിമാനമുണ്ട് അവിടെയുള്ള ഓരോ മണൽത്തരിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നൌഷാദിനെതിരെ വിവാദ പരാമർശം നടത്തിയ വെള്ളാപ്പള്ളി നടേശനെ വിമർശിച്ച് വിവിധ നേതാക്കൾ രംഗത്തെത്തി. അതേസമയം വെള്ളാപ്പള്ളിയെ അനുകൂലിച്ച് BJP നേതാക്കൾ പ്രസ്താവന നടത്തി. വെള്ളാപ്പള്ളി മതന്യൂനപക്ഷങ്ങൾക്കെതിരെ വിഷം ചീറ്റുന്ന നാക്കിനുടമയാണെന്ന് പിണറായി വിജയൻ പറഞ്ഞു. പറഞ്ഞ കാര്യങ്ങൾ തെറ്റായിപ്പോയി എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു തിരിച്ചറിവ് തന്നെയാണ്. പക്ഷേ ആദ്യമായിട്ടാണോ വെള്ളാപ്പള്ളി ഇങ്ങനെയൊരു നിലപാടെടുക്കുന്നത്? നമ്മുടെ കേരളത്തിൽ ദീർഘകാലമായി മതന്യൂനപക്ഷങ്ങൾക്കെതിരെ വിഷം ചീറ്റുന്ന നാക്കിൻ്റെ ഉടമയായിട്ടാണ് വെള്ളാപ്പള്ളി നിലകൊള്ളുന്നത്. വെള്ളാപ്പള്ളി RSSന്റെ കളിപ്പാവയെന്ന് സ്വാമി അഗ്നിവേശ് പറഞ്ഞു. അതേസമയം നൌഷാദിനെതിരായ പ്രസ്താവനയിൽ വെള്ളാപ്പള്ളിയെ പിന്തുണച്ച് BJP രംഗത്തെത്തി. നൌഷാദിന്റെ പേരിനെ ദുരുപയോഗപ്പെടുത്താൻ സർക്കാരും ശ്രമിക്കരുത്, ആരും ശ്രമിക്കരുത്. ഞാൻ ആരെയും ന്യായീകരിക്കുന്നില്ല. വെള്ളാപ്പള്ളിയുടെ പരാമർശം നൌഷാദിനെതിരെയല്ല സർക്കാരിനെതിരെയാണെന്ന് BJP ജനറൽ സെക്രട്ടറി മുരളി റാവുവും പറഞ്ഞു. I don't think it should be seen as against that person. Here you have to see the government is under scrutiny. It is not the person who has sacrificed under the scrutiny. This you have to understand. Today it has appeared to one religion. Tomorrow it may appear to some even Dalit and non-Dalit or a particular caste, this caste or that caste. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്. വെള്ളാപ്പള്ളി നടേശനെ രൂക്ഷമായി വിമർശിച്ച് കാഞ്ചനമാല. രക്ഷാപ്രവർത്തനത്തിനിടെ മരണപ്പെട്ട നൌഷാദിന്റെ വീട് സന്ദർശിക്കവെയാണ് വെള്ളാപ്പള്ളിയുടെ വിവാദ പ്രസ്താവനയ്ക്കെതിരെ കാഞ്ചനമാല രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. നൌഷാദിന്റെ വീട്ടിലെത്തിയ കാഞ്ചനമാല രൂക്ഷമായ ഭാഷയിലാണ് വെള്ളാപ്പള്ളിക്കെതിരെ പ്രതികരിച്ചത്. നൌഷാദിന്റെ മരണത്തെക്കുറിച്ച് വിവാദ പ്രസ്താവന നടത്തിയ വെള്ളാപ്പള്ളിയോടുള്ള രോഷമായിരുന്നു കാഞ്ചനമാലയുടെ വാക്കുകളിൽ പ്രകടമായത്. താൻ തീർത്തും വേദനയിലാണെന്നും ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നു പറഞ്ഞു തന്ന ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യരാവാൻ അവർക്ക് എന്ത് യോഗ്യതയാണുള്ളതെന്നും കാഞ്ചനമാല ചോദിച്ചു. നൌഷാദിന്റെ ഇത്രയും പുണ്യകർമ്മം ചെയ്തൊരു പ്രശ്നം ഇവിടുത്തെ നേതാക്കളൊക്കെ അബദ്ധകരമായ വിധത്തിൽ
സംസാരിച്ചത് ഞങ്ങൾക്ക് വളരെ വേദനയുണ്ട്. പ്രത്യേകിച്ച് ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പ്രഖ്യാപിച്ച ആ മഹാന്മാരുടെ അനുയായികളാകാൻ ഇവർക്ക് എന്ത് യോഗ്യതയാണുള്ളതെന്ന് എനിക്കറിയില്ല. എൻ്റെ വേദന അതാണ് ഇപ്പോൾ. നൌഷാദിന്റെ ഉമ്മയ്ക്കും ബന്ധുക്കൾക്കുമൊപ്പം ഏറെ നേരം ചിലവഴിച്ചാണ് കാഞ്ചനമാല മടങ്ങിയത്. ആ വേദനയിൽ പങ്കുചേരാൻ കാഞ്ചനമാലയ്ക്ക് ഏറെ പഴക്കമില്ലാത്ത ഒരു ഓർമ്മ കൂടിയുണ്ട്. ഒരു രക്ഷാപ്രവർത്തനത്തിന് ഇടയ്ക്ക് വെച്ചു തന്നെയായിരുന്നു കാഞ്ചനമാലയെയും പ്രണയത്തെയും തനിച്ചാക്കി തോണി അപകടത്തിൽ മൊയ്തീൻ യാത്രയായത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നൌഷാദിന് ധീരതയ്ക്കുള്ള പുരസ്കാരം നൽകണമെന്ന പീപ്പിൾ TV ക്യാമ്പയിന് പിന്തുണയറിയിച്ച് കവി ആലങ്കോട് ലീലാകൃഷ്ണൻ. ക്യാമ്പയിന് എല്ലാവിധ പിന്തുണയും നൽകുന്നുവെന്നും ആലങ്കോട് ലീലാകൃഷ്ണൻ പറഞ്ഞു. മനുഷ്യ മനസാക്ഷിയെ വല്ലാതെ വേദനിപ്പിക്കുകയും ഞെട്ടിക്കുകയും ചെയ്തൊരു കാര്യമാണ് നൌഷാദിൻ്റെ കാര്യത്തിലുണ്ടായിരിക്കുന്നത്. കോഴിക്കോട് നഗരത്തിലെ മാൻഹോളിൽ വീണ ഒരാളെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ സ്വജീവൻ നഷ്ടപ്പെടുത്തേണ്ടി വന്ന നൌഷാദിന് ധീരതയ്ക്കുള്ള പുരസ്കാരം നൽകണമെന്ന് പറയുന്നതിൽ യാതൊരു വിധത്തിലുള്ള അത്യുക്തിയോ അതിവാദമോ ഇല്ല. കാരണം മനുഷ്യജീവൻ രക്ഷിക്കാൻ വേണ്ടി മറ്റൊരു ജീവൻ നടത്തുന്ന ഇത്തരം സാഹസികവും കരുണാർദ്രവുമായ സന്ദർഭങ്ങളെയാണ് ലോകത്തിൻ്റെ മുമ്പിൽ ഇതിന് പരിഹാരമായിട്ടെങ്കിലും നമുക്ക് ഉയർത്തി കാണിക്കാനുള്ളത്. ഇത്തരം മാൻഹോളുകൾ ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഈ മാൻഹോൾ ദുരന്തത്തിൽ ഇരയാക്കപ്പെട്ട ആ മനുഷ്യന് ഇത്തരത്തിലുള്ള അംഗീകാരം കൊടുക്കുക തന്നെ വേണം. നൌഷാദിനോടുള്ള ആദരസൂചകമായി ഒരാഴ്ചത്തെ പാർലമെന്റ് സിറ്റിംഗ് ഫീസ് കണ്ണൂർ MP ശ്രീമതി ടീച്ചർ നൌഷാദ് സഹായനിധിയിലേക്ക് നൽകും. നൌഷാദിന് ധീരതയ്ക്കുള്ള രാഷ്ട്രപതിയുടെ പുരസ്കാരം നൽകണമെന്നും ശ്രീമതി ടീച്ചർ ആവശ്യപ്പെട്ടു. മറ്റുള്ളവരെ രക്ഷിക്കുക എന്നുള്ള ഒരു കടമ ഓരോരുത്തർക്കുണ്ട് എന്നുള്ള ആ ഒരു പാഠമാണ് ഇതിലൂടെ നൌഷാദ് കൊടുക്കുന്നത്. ഏതായാലും ഇത്തരത്തിൽ കൈരളി പീപ്പിൾ ഇങ്ങനെ ഒരു സംരംഭത്തിന് നേതൃത്വം കൊടുത്തത് വളരെയേറെ അഭിനന്ദനാർഹമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പീപ്പിൾ കൈരളിയെ അഭിനന്ദിക്കുന്നു. ഒപ്പം ഒരാഴ്ചത്തെ എൻ്റെ സിറ്റിംഗ് ഫീ എന്നുള്ള നിലയിൽ 10,000 രൂപ ഞാൻ നമ്മുടെ ഈ നൌഷാദിൻ്റെ കുടുംബസഹായ ഫണ്ടിലേക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ചെറിയ കാര്യം ആ കുടുംബത്തിന് വേണ്ടി എന്നുള്ളത് മാത്രമേ ഞാൻ ഇതിലൂടെ ആഗ്രഹിക്കുന്നുള്ളൂ. പാർലമെന്റ് സമ്മേളനത്തിനായി ദില്ലിയിലാണ് കണ്ണൂർ MP. സമാനതകളില്ലാത്ത ജീവത്യാഗമാണ് നൌഷാദ് നടത്തിയതെന്ന് ശ്രീമതി ടീച്ചർ ചൂണ്ടിക്കാട്ടി. നൌഷാദിന് രാഷ്ട്രപതിയുടെ പരമോന്നത പുരസ്കാരം തന്നെ നൽകണമെന്നും ശ്രീമതി ടീച്ചർ ആവശ്യപ്പെട്ടു. നൌഷാദിൻ്റെ മരണം എന്ന് പറയുന്നത് സാധാരണപ്പെട്ട ഒരു മരണമായിട്ട് ആരും കാണുന്നില്ല. ജീവത്യാഗം, മറ്റുള്ളവർക്ക് വേണ്ടി ജീവത്യാഗം ചെയ്തു അറിഞ്ഞുകൊണ്ട്. ഇന്ത്യക്കകത്ത് ഏറ്റവും വലിയ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു അവാർഡ്, മരണാനന്തരം ബഹുമതി എന്നുള്ള നിലയിൽ ലഭിക്കുന്ന ഇന്ത്യൻ രാഷ്ട്രപതിയുടെ അവാർഡ്, അദ്ദേഹത്തിന് ബഹുമതി അവാർഡ് എന്നുള്ള നിലക്കല്ല, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അതിന് അർഹതയുണ്ട്. നമ്മുടെ നൌഷാദിൻ്റെ കുടുംബത്തിന് സമർപ്പിക്കണം എന്നുള്ളതാണ്. നൌഷാദിൻ്റെ പേരിൽ നൌഷാദിൻ്റെ കുടുംബത്തിന് അത് സമർപ്പിക്കണം, അതിന് കഴിയണം. ന്യൂസ് ബ്യൂറോ, ദില്ലി. കോഴിക്കോട് കോർപ്പറേഷനും പീപ്പിൾ TVയും സംയുക്തമായി നൌഷാദിനെ ആദരിക്കാൻ ചടങ്ങ് സംഘടിപ്പിക്കുന്നു. കോഴിക്കോട് ടാഗോർ ഹാളിൽ ഡിസംബർ 5 വൈകുന്നേരം 6:30 ചടങ്ങ്. ബാർക്കോഴ കേസ് തുടരന്വേഷണം പരിഗണിക്കുന്ന ഹൈക്കോടതി ബെഞ്ചിൽ മാറ്റം. ജസ്റ്റിസ് സുധീന്ദ്രകുമാറിന് പകരം ജസ്റ്റിസ് കെമാൽ പാഷ വാദം കേൾക്കും. നാളെയാണ് കേസ് പരിഗണിക്കുക. ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? സ്വാമി, ജസ്റ്റിസ് B. സുധീന്ദ്രകുമാർ പരിഗണിച്ചിരുന്ന റിവിഷൻ ഹർജി ചീഫ് ജസ്റ്റിസിന്റെ നിർദ്ദേശപ്രകാരമാണ് ജസ്റ്റിസ് കമാൽ പാഷയുടെ പരിഗണനയ്ക്ക് അയച്ചിരിക്കുന്നത്. വാണിക്കെതിരെ തുടരന്വേഷണത്തിന് ഉത്തരവിട്ട വിജിലൻസ് കോടതി വിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള റിവിഷൻ ഹർജിയിൽ ജസ്റ്റിസ് കമാൽ പാഷ നാളെ അന്തിമവാദം കേൾക്കും. ഇടുക്കി സ്വദേശി സണ്ണി മാത്യു സമർപ്പിച്ച റിവിഷൻ ഹർജി നേരത്തെ ജസ്റ്റിസ് V. സുധീന്ദ്രകുമാറാണ് പരിഗണിച്ചിരുന്നത്. ഹർജി പരിഗണിക്കവേ സർക്കാരിനെതിരെ അന്ന് കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. KM മാണിക്ക് മുഖ്യമന്ത്രി തന്നെ ക്ലീൻ ചിറ്റ് നൽകിയ സാഹചര്യത്തിൽ ബാർക്കോഴ കേസിൽ വിജിലൻസ് തുടരന്വേഷണം നടത്തുന്നതിന് എന്ത് പ്രസക്തിയാണ് എന്ന് കോടതി അന്ന് ചോദിച്ചിരുന്നു. മാത്രമല്ല, കേസ് CBIക്ക് വിടുന്നതാണ് ഉചിതമെന്നും ജസ്റ്റിസ് B. സുധീന്ദ്രകുമാർ വാക്കാൽ നിരീക്ഷിച്ചിരുന്നു. പിന്നീട് KM മാണി അടക്കമുള്ള പ്രതികൾ ഉൾപ്പെടെയുള്ളവർക്ക് കോടതി അന്ന് നോട്ടീസ് അയക്കാനും ഉത്തരവിട്ടിരുന്നു. ഇതിനുശേഷം ഡിസംബർ 2 അതായത് നാളത്തേക്ക് ഈ കേസ് പരിഗണിക്കാനായി മാറ്റുകയായിരുന്നു. ഇതിൽ നാളെ അന്തിമവാദം കേട്ട് വിധി പറയുമെന്നും അന്ന് കോടതി പറഞ്ഞിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇതിന്റെ തലേന്നാൾ ചീഫ് ജസ്റ്റിസിന്റെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ
ബെഞ്ച് മാറ്റം ഉണ്ടായിരിക്കുന്നത്. നേരത്തെ സമാന സാഹചര്യത്തിലുള്ള ഒരു റിവിഷൻ ഹർജി ജസ്റ്റിസ് കമാൽ പാഷയാണ് പരിഗണിച്ചിരുന്നത്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസിന്റെ നിർദ്ദേശപ്രകാരം ബി സുധീന്ദ്രകുമാർ പരിഗണിച്ചിരുന്ന റിവിഷൻ ഹർജി ജസ്റ്റിസ് കമാൽ പാഷയുടെ പരിഗണനയ്ക്ക് അയച്ചിരിക്കുന്നത്. കെ മുമേഷ് കൊച്ചിയിൽ നിന്നും. പാലക്കാട് നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ BJPക്ക് തിരിച്ചടി. മുഴുവൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലും പ്രതിപക്ഷ കക്ഷികൾ ഭൂരിപക്ഷം ലഭിച്ചു. ഇതോടെ BJPക്ക് നഗരസഭാ ഭരണം എളുപ്പമാവില്ലെന്ന് വ്യക്തമായി. സംസ്ഥാനത്ത് BJP ഭരണത്തിലിരിക്കുന്ന ഏക നഗരസഭയാണ് പാലക്കാട്. കേവല ഭൂരിപക്ഷമില്ലെങ്കിലും ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന നിലയിലാണ് ഭരണം. ചെയർപേഴ്സൺ, വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പുകളിൽ LDF, UDF സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തിയാണ് BJP ഭരണം പിടിച്ചത്. എന്നാൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയ പരാജയമാണ് നേരിടേണ്ടി വന്നത്. 6 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലേക്കും വനിതാ പ്രതിനിധിയെ വിജയിപ്പിക്കാൻ BJPക്കായില്ല. പിന്നീട് നടന്ന മറ്റ് അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിലും ഭൂരിപക്ഷം പേരും പ്രതിപക്ഷ അംഗങ്ങളാണ് ജയിച്ചു കയറിയത്. ഇതോടെ വൈസ് ചെയർമാൻ അധ്യക്ഷനാകുന്ന ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഒഴിച്ചുള്ള 5 അധ്യക്ഷ സ്ഥാനവും BJPക്ക് നഷ്ടമാകും. CPIM, UDF അവിശുദ്ധ സഖ്യത്തെക്കുറിച്ച് CPIM സംസ്ഥാന നേതൃത്വം നിലപാട് വ്യക്തമാക്കണമെന്ന് വൈസ് ചെയർമാൻ C. കൃഷ്ണകുമാർ പറഞ്ഞു. 2 വർഗീയ പാർട്ടികളെ കൂട്ടുപിടിച്ചിട്ടാണ് അവരോടൊപ്പം വോട്ട് ചെയ്തിട്ടാണ് CPM ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. CPMന്റെ ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഈ കാര്യത്തിൽ അവരുടെ നിലപാട് വ്യക്തമാക്കണം. എന്നാൽ മതേതരത്വം സംരക്ഷിക്കുന്ന നിലപാടാണ് CPIM സ്വീകരിച്ചതെന്ന് നഗരസഭാ കക്ഷി നേതാവ് A. കുമാരി വ്യക്തമാക്കി. ജനാധിപത്യം സംരക്ഷിക്കുന്നതിനും മതേതരത്വം സംരക്ഷിക്കുന്നതിനും വർഗീയതയ്ക്ക് എതിരെയുള്ള ഒരു സമീപനമാണ് ഇപ്പോൾ CPM കണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പീപ്പിൾ ഇംപാക്ട് സാങ്കേതിക സർവകലാശാലയുടെ BTech, MTech പരീക്ഷകൾ സ്വകാര്യ ഏജൻസിക്ക് കൈമാറാനുള്ള നീക്കത്തിന് തിരിച്ചടി. പരീക്ഷാ നടത്തിപ്പ് പുറം കരാർ നൽകാനുള്ള നീക്കത്തിൽ നിന്ന് സർവകലാശാല പിൻവാങ്ങി. ഡിസംബർ 4-ന് ആരംഭിക്കുന്ന BTech, MTech വിദ്യാർത്ഥികളുടെ പരീക്ഷ സർവകലാശാല മാറ്റിവെച്ചു. സാങ്കേതിക സർവകലാശാലയുടെ പരീക്ഷാ നടത്തിപ്പ് സ്വകാര്യ ഏജൻസിക്ക് കൈമാറുന്നു എന്ന വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് പരീക്ഷകൾ മാറ്റിവെക്കാൻ തീരുമാനിച്ചത്. പരീക്ഷ പുറംകരാർ നൽകുന്നതിൽ പൊതുസമൂഹത്തിലും രാഷ്ട്രീയ പാർട്ടികളിലും വിദ്യാർത്ഥി സംഘടനകളും ഉയർത്തിയ ആശങ്കയുടെ അടിസ്ഥാനത്തിലാണ് പരീക്ഷകൾ മാറ്റിവെക്കുന്നതെന്ന് സർവകലാശാലയുടെ വെബ്സൈറ്റിൽ പറയുന്നു. പുതുക്കിയ പരീക്ഷാ തീയതികൾ പിന്നാലെ അറിയിക്കും. പുതിയ സമ്പ്രദായത്തിൽ പരീക്ഷ നടത്തിയാൽ തടസ്സപ്പെടുത്തുമെന്ന് SFI പ്രഖ്യാപിച്ചിരുന്നു. ബാംഗ്ലൂർ ആസ്ഥാനമായ മെറിട്രാക്ക് എന്ന സ്വകാര്യ ഏജൻസിയെ പരീക്ഷാ നടത്തിപ്പിന്റെ പൂർണ്ണ ചുമതല ഏൽപ്പിക്കാനായിരുന്നു സർവകലാശാലയുടെ രഹസ്യ നീക്കം. സർവകലാശാല പരീക്ഷകൾ പുറംകരാർ നൽകുന്നു എന്ന വാർത്ത പുറത്തുവിട്ടത് പീപ്പിൾ TVയാണ്. സർവകലാശാലയുടെ നീക്കത്തിൽ ഭരണകക്ഷിയിൽ നിന്ന് തന്നെ എതിർപ്പ് ഉയർന്നിരുന്നു. കരാറിൽ ഏർപ്പെട്ട ശേഷം ഇനി പിന്നോട്ട് പോകാനാവില്ല എന്നതായിരുന്നു VC അടക്കമുള്ളവരുടെ നിലപാട്. എന്നാൽ പ്രതിപക്ഷവും വിദ്യാർത്ഥി സംഘടനകളും ഒറ്റക്കെട്ടായി നീക്കത്തെ ചെറുത്തതോടെ പരീക്ഷ മാറ്റാൻ സർക്കാരും സർവകലാശാലയും നിർബന്ധിതമായി. അതിനിടെ സമ്മർദ്ദത്തിലൂടെ പരീക്ഷ മാറ്റിച്ചതിൽ പ്രതിഷേധിച്ച് VC കുഞ്ചറിയ P. ഐസക് രാജിക്കൊരുങ്ങുന്നതായും സൂചനയുണ്ട്. 100 കോടി രൂപയ്ക്കാണ് ബാംഗ്ലൂർ ആസ്ഥാനമായ മെറിട്രാക്ക് എന്ന സ്വകാര്യ ഏജൻസിക്ക് പരീക്ഷ പുറംകരാർ നൽകിയിരുന്നത്. S. ജീവൻകുമാർ, തിരുവനന്തപുരം. തീർത്ഥാടന കാലം ആരംഭിച്ച് 2 ആഴ്ചകൾ പിന്നിടുമ്പോൾ സന്നിധാനത്ത് ഭക്തജന തിരക്കും കൂടി വരികയാണ്. തീർത്ഥാടകർക്ക് സുഖദർശനം വാഗ്ദാനം ചെയ്യുമ്പോഴും അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നടപ്പിലാക്കാൻ ദേവസ്വം അധികൃതർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മണിക്കൂറുകളോളം ക്യൂവിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം ഭക്തജനങ്ങൾ ദർശനം നടത്തിയത്. സോളാർ സാമ്പത്തിക ഇടപാടിൽ 3 MLA-മാർക്ക് പങ്കുള്ളതായി ബിജു രാധാകൃഷ്ണന്റെ വെളിപ്പെടുത്തൽ. ഹൈബി ഈഡൻ, മോൻസ് ജോസഫ്, PC വിഷ്ണുനാഥ് എന്നിവർക്കാണ് പങ്ക്. ടീം സോളാറിന്റെ 20% ലാഭവിഹിതം ഇവർ കൈപ്പറ്റിയെന്നും ബിജു രാധാകൃഷ്ണൻ വെളിപ്പെടുത്തി. ഫയർഫോഴ്സിന്റെ മേധാവിയായി നിയമിതനായ ലോക്നാഥ് ബെഹ്റ അവധിയിൽ പോകുന്നു. തന്നെ തരം താഴ്ത്തിയതിൽ പ്രതിഷേധിച്ചാണ് ബെഹ്റ അവധിയിൽ പ്രവേശിക്കുന്നത്. അതേസമയം ജേക്കബ് തോമസിനെ അനുകൂലിച്ച അനിൽകാന്തിനെ ഫയർഫോഴ്സിൽ നിന്ന് നീക്കി. ബറ്റാലിയൻ ADGP-ആയാണ് അനിൽകാന്തിന്റെ പുതിയ നിയമനം. ഋഷിരാജ് സിംഗ് ജയിൽ DGP-ആകും.